ഇന്ന് അനേകം സർവകലാശാലകൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നു. അവർ പറയുന്നത് മലബന്ധവും ഗ്രഹണശക്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്നാണ്. എന്നാൽ ചില ഡോക്ടർമാരും ചില പ്രസിദ്ധീകരണങ്ങളും പറയുന്നത് ഇങ്ങനെയാണ്: ദിവസേന വയറ് ശുദ്ധിയാക്കുക എന്നത് ഒരു പഴയ വിക്ടോറിയൻ ആശയമാണെന്നും അത് അനാവശ്യമാണെന്നും ആഴ്ചയിൽ 1-2 തവണ മലവിസർജനം നടന്നാൽ മതിയെന്നുമാണ്. ഇത്തരം കാര്യങ്ങൾ പറയുന്നത് വളരെ അപകടകരമാണ്. നിങ്ങളുടനെ മരിച്ചു പോകില്ലായിരിക്കാം, പക്ഷേ ശരീരത്തിൽ മാലിന്യങ്ങൾ ദീർഘനേരം തങ്ങി നിന്നാൽ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ക്ഷയിക്കാൻ തുടങ്ങും. അമിതമായി സംസ്കരിച്ച ഭക്ഷണങ്ങളും വലിയ അളവിൽ മാംസാഹാരം കഴിക്കുന്നതും ഈ കാര്യങ്ങളെല്ലാം മലബന്ധത്തിന് കാരണമാകുന്നു. ഇന്ന് ലോകം പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. 50-60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ ഗ്രഹണശേഷി കുറയുന്നത് ഇന്ന് വലിയൊരു വെല്ലുവിളിയായിരിക്കുന്നു. നാഡീവ്യൂഹത്തിലെ പുനരുജ്ജീവനവും ഗ്രഹണശേഷിയും വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ നമ്മുടെ ഭക്ഷണരീതിയിൽ മാറ്റം വരുത്തിയാൽ മാത്രം മതി. കൂടാതെ നിങ്ങളുടെ ശരീരം വളരെ വേഗം ക്ഷയിക്കുകയുമില്ല. നിങ്ങളുടെ ശരീരത്തിലെ പുനരുജ്ജീവന പ്രക്രിയ വളരെ വേഗത്തിലാക്കാൻ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഒരു നിശ്ചിത അളവിൽ സത്വഗുണമുള്ളതോ അല്ലെങ്കിൽ ആ ഭക്ഷണം ജീവൻ തുടിക്കുന്നതോ ആകണം.